തമിഴ്നാട്ടിലവരുടെ മുന്നണി വോട്ട് ചോദിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ ഇവിടെ വെച്ചുകൊണ്ടാണ് ഇന്ത്യ മുന്നണിയുടെ നേതാവാണ് രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധിക്കെതിരെ കടന്നു ക്രമിക്കുകയും പ്രധാനമന്ത്രിക്കെതിരെ ഹർഷം പറയാതിരിക്കുകയും ചെയ്യുന്നത് തന്നെ ഇതിന്റെ പ്രകടമായ തെളിവാണ്. പാലക്കാട് ഉൾപ്പെടെ സംശയിക്കേണ്ട കരുതേണ്ട പല മണ്ഡലങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണിയുടെ ഭാഗം കൂടിയാണല്ലോ CPM. രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നപ്പോൾ CPM-നെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും ഒക്കെയാണല്ലോ പ്രധാനമായും ആരോപണങ്ങൾ ഉന്നയിച്ചത്. അത് കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യങ്ങളാണ്. ശബരിമല സ്വർണ്ണ കള്ളക്കെടുത്ത് ഉൾപ്പെടെ സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ CPM സ്വീകരിക്കുന്ന തെറ്റായ നയങ്ങൾക്കെതിരെയാണ് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചത്. അങ്ങനെ പറയുമ്പോൾ CPM-ന് അതിനെ പ്രതിരോധിക്കാൻ CPM ബാധ്യസ്ഥരാവുകയല്ലേ ചെയ്യുന്നത്? ഞങ്ങൾ BJP എതിർത്തുകൊണ്ട് തന്നെയാണ്. CPM-ലെ ചില നയങ്ങളെ എതിർക്കുമ്പോൾ തന്നെ BJP ആണ് മുഖ്യശത്രു എന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ പ്രതിപാദിച്ചുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ സർക്കാരിനെ വിമർശിക്കുന്നത്. എന്നാൽ CPM-ന്റെ സമീപനം അതല്ല. ഒരു BJP ഒഴിവാക്കിക്കൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷത്തിന് നേതൃത്വം നൽകുന്ന രാഹുൽ ഗാന്ധിയെ മാത്രം കടന്നാക്രമിക്കുക. തുടർഭരണം BJP-യുടെ ലക്ഷ്യം അതാണ്. അത് അവരോട് ചോദിക്കണം. അല്ല, ഈ രാജീവ് ചന്ദ്രശേഖരന്റെ വാർത്താ സമ്മേളനത്തിലും അദ്ദേഹം കൂടുതലും എതിർത്ത് പറയുന്നത് കോൺഗ്രസിനെയാണ്. CPM-നെതിരെ കടുത്ത ആക്ഷേപങ്ങളൊന്നും ഉന്നയിക്കുന്നില്ല. അതതിന്റെ സൂചന തന്നെയാണ്. ഈ പരസ്പര ബന്ധത്തിന്റെ സൂചനകൾ രണ്ടു ഭാഗത്തുനിന്നും പ്രകടമാകുന്നതാണ് നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിന്റെ മുൻപിലും ഈ ഒരു സാഹചര്യത്തിൽ BJP CPM സഖ്യമെന്ന് ശക്തമായ ആരോപണം ഉന്നയിക്കുന്നത് യഥാർത്ഥത്തിൽ UDF മുസ്ലിം വോട്ടിൽ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ തന്ത്രം. ഞങ്ങളെ വസ്തുതാപരമായ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിക്കുന്നതിന്റെ ഗൂഢലക്ഷ്യം എന്ത് എന്ന് അവർ വ്യക്തമാക്കണം. അതാ പറഞ്ഞത്. ഇന്നലെ മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നതിനിടയിൽ സദസ്സിൽ നിന്നൊരാൾ ചോദ്യം ചോദിക്കാൻ ശ്രമിച്ചപ്പോൾ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് അത് അദ്ദേഹം ഈ അടുത്ത ദിവസങ്ങളിൽ പറയുന്നത് അദ്ദേഹത്തിന്റെ പതിവ് ശൈലിയാണ്. മാധ്യമങ്ങളോട് കടക്ക് പുറത്തെന്നല്ലേ പറഞ്ഞു. ബിഷപ്പിനോട് നികൃഷ്ടജീവി എന്നല്ലേ ബിഷപ്പിനെ വിളിച്ചേ. പ്രേമേന്ദ്രനെ വിളിച്ച വാക്ക് പറയാൻ പറ്റുമോ? ജി സുധാകരനെ വിളിച്ച വാക്ക് പറയാൻ പറ്റുമോ? പുറത്തു പറയാൻ പറ്റും. ജി സുധാകരനത് ഏറ്റെടുത്തു. ചെറ്റ എന്ന് പറഞ്ഞാൽ ചെറ്റക്കുടലിൽ ജനിച്ചവൻ എന്ന് ജി സുധാകരൻ അതൊരു അംഗീകാരമായിട്ട് ഏറ്റെടുത്തു. ഇപ്പോൾ ഇതാ ഒരു സാധാരണ CPM പ്രവർത്തകൻ അദ്ദേഹത്തിന്റെ യോഗത്തിൽ നിന്ന് ഒരു ചോദ്യം ഉന്നയിച്ചപ്പോൾ അത് വീട്ടിൽ പോയി പറയുന്ന സമീപനം അദ്ദേഹത്തിന്റെ ഏകാധിപത്യ ശൈലിയുടെ പ്രകടമായിട്ടുള്ള തെളിവാണ്. ആളുകൾ കമ്പയർ ചെയ്തിട്ടുള്ളത് ഉമ്മൻചാണ്ടി ആയിരുന്നെങ്കിൽ എന്താ പറയുന്നത്, എന്താ ചോദിക്കുന്നത്, എന്താ സംശയം എന്ന് ചോദിച്ചിട്ട് ആ സംശയത്തിന് ഉത്തരം പറയുമായിരുന്നു. സദസ്സിൽ നിന്ന് അന്ന പിന്നെ അത് പറയാം. വീട്ടിൽ പോയി ചോദിക്കുന്നല്ല. ഇത് കഴിഞ്ഞോട്ടെ, ഈ പ്രസംഗം കഴിഞ്ഞോട്ടെ ഞാൻ പറയാമെന്ന് പറയാം. അതിനിങ്ങനെയല്ല. ഒരു സമുന്നത സ്ഥാനത്തിരിക്കുന്നയാള് ഒരു സാധാരണക്കാരന്റെ ഒരു ചോദ്യം ഉയരുമ്പോൾ ഇത്ര വയലന്റ് ആകണോ? ഇത്ര ക്ഷുഭിതനാകണോ? അത് തന്നെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ. അത് തന്നെ യഥാർത്ഥ പിണറായി പുറത്തു വന്നു. ഈ തെരഞ്ഞെടുപ്പിന്റെ കളത്തിൽ പാർട്ടി പോലെയുള്ള പാർട്ടികൾ കാര്യമായി കടന്നില്ല. അവർ UDF-നെ സഹായിക്കുന്നതിനുള്ള സന്ദർഭത്തിന്റെ ഭാഗമാണെന്ന് പറയപ്പെടുന്നത്. ഞങ്ങളുമായിട്ട് ധാരണയില്ല. LDF-നെ സഹായിക്കുന്നതാണെന്നും പറയപ്പെടുന്നുണ്ട്. അതൊക്കെ DCC പ്രസിഡന്റ് നന്നായിട്ട് കൈകാര്യം ചെയ്ത് പരിഹരിക്കുന്നുണ്ട്. അതൊക്കെ പരിഹരിക്കും. അതൊക്കെ പരിഹരിക്കും. പിൻവലിക്കും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ വലിയ കോളിളക്കം ഉണ്ടാവുന്നൊക്കെ നിങ്ങൾ പറഞ്ഞിട്ട് അത്തരത്തിലുള്ളതെല്ലാം മല പോലെ നിങ്ങൾ പെരുപ്പിച്ച് കാണിച്ചതൊക്കെ മഞ്ഞു പോലെ ഒരുങ്ങിപ്പോയില്ല. എങ്ങനെയാണ് ഇപ്പോഴും ആർക്കും മനസ്സിലായില്ല എന്താണ് പാലക്കാട് ശരിക്കും ഡീലുണ്ടെന്ന് പറയുന്നു. അവിടെ BJP-ക്കെതിരെ ശക്തനായ സ്ഥാനാർത്ഥി തന്നെയാണോ കോൺഗ്രസ്? അതിശക്തനായ സ്ഥാനാർത്ഥി രമേശ് പിഷാരടി. അല്ല, അദ്ദേഹം നേരത്തെ തന്നെ ഞങ്ങളോടൊപ്പം ഉണ്ടല്ലോ. കഴിഞ്ഞ ഇലക്ഷനിലില്ലേ എത്രയോ പരിപാടികളിൽ രമേശ് പിഷാരടി സംബന്ധിക്കുന്നുണ്ട്. അദ്ദേഹം കൃത്യമായിട്ട് ഞാൻ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് വലിയ സ്വീകാര്യതയാണ് അവിടെ കിട്ടിയത്. പാലക്കാട് നേതൃത്വമായിട്ട് ആലോചിച്ചിട്ടാണ് ആ സ്ഥാനാർത്ഥിയെ നിർണയിച്ചിട്ടുള്ളത്. വിജയിക്കുന്ന ഉറപ്പല്ലേ? അതിശക്തമായ രാഷ്ട്രീയ മത്സരത്തിലൂടെ നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു വരും.